എത്ര അടിച്ചു വരലും പിന്നെ ഇങ്ങനെ തന്നെ. എടോ നിന്റെ കമ്മൽ നോക്കട്ടെ, നമുക്ക് മാറി കൊട്ടൊക്കെ ശരിയാക്കടോ. അന്ന് സാരില്ല കേട്ടോ. വാ ചേച്ചി ലീവാ? ആ അന്ന് ലീവാ. നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങൾ ഇടവന്നിട്ട് നമ്മൾക്ക് പോവാ. ശരി എന്നാ. നിങ്ങളുടെ ഓൺലൈൻ പഠിത്തം ഇതുവരെ കഴിയാനായില്ല? എന്ത് പഠിത്തോ? ഞാൻ എന്താ പഠിച്ചോണ്ടിരിക്കുക? അല്ലാണ്ട് എന്തെന്നാ 24 മണിക്കൂർ ഈ ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരീക്ഷയ്ക്ക് പഠിക്കുന്ന പിള്ളേർക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും തിരക്ക്. രാത്രി 12 മണി വരെ മൊബൈൽ ഫോൺ പിടിച്ചിരിക്കും. രാവിലെ 6 മണിക്ക് തുടങ്ങിയതല്ലേ അത് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് കണ്ടെടുക്കാൻ സമയമില്ല? ഓ, ഇവിടെ തുടങ്ങി രാവിലെ തന്നെ. ഇതല്ലാണ്ട് പിന്നെ ഞാൻ വേറെ എന്ത് ചെയ്യാനാ? അല്ലതിനോട് മനുഷ്യന് ബോറടിച്ചിട്ട്. ഓ, നിങ്ങൾക്ക് മാത്രമേ വീട്ടിലിരിക്കുമ്പോൾ ബോറടിക്കുന്നുള്ളൂ. ആ അനൂജിനെ നോക്ക്, രാവിലെ മീനുവിനെ കൊണ്ട് അമ്പലത്തിൽ പോവുക, അവളെ കമ്മല് ശരിയായി കൊടുക്കണ്, പൊട്ട് ശരിയായി കൊടുക്കണ്. ഇങ്ങനെയൊക്കെ അല്ലേ ഭർത്താക്കന്മാര് വേണ്ടത്? ഇത് 24 മണിക്കൂർ ആ ഫോൺ നോക്കിയിട്ട് കണ്ണ് കേടുവരുത്തിയാലും സ്വന്തം ഭാര്യന്റെ മുഖത്തൊന്ന് നോക്കുക. നിന്നെ ഞാൻ എന്ത് നോക്കിയിരിക്കാനാണ്? 24 മണിക്കൂർ നീ ഇവിടെ തന്നെ അല്ലേ? നീ എന്താ ഇന്നലെ കയറി വന്നതോ? ഇന്നലെ കയറി വന്നാലേ സ്വന്തം ഭാര്യ നിങ്ങൾക്ക് ഒന്ന് നോക്കാൻ പറ്റൂ? ആ അനൂജിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇപ്പോഴും അവളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത്ര നേരം ഞാനിവിടെ അടിച്ചു വാരി തുടച്ച് പാത്രങ്ങൾ കഴുകി തുണി അലക്കി ഇങ്ങനെ ഓരോരോ പണി എടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ മുമ്പിലല്ല ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത്. എന്നാ എന്നെ അടുത്ത് വിളിച്ചൊന്ന് ഇരുത്തുക. വള നന്നായിണ്ടെന്നോ കമ്മല് നന്നായിണ്ടെന്നോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ഡ്രസ്സിനെ കുറിച്ച് 4 അഭിപ്രായം പറഞ്ഞൊന്ന് സന്തോഷിപ്പിക്കുക. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നില്ലല്ലോ. ഓ, ഇവിടെ ഡ്രസ്സിനെ കുറിച്ച് ഞാൻ എന്ത് പറയാനാ? എടി, ഇന്ന് ഞായറാഴ്ച അല്ലേ? അപ്പൊ നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിന്നൂടെ? ഞായറാഴ്ച ആയിട്ടേ ഞാൻ നല്ല വൃത്തിക്ക് അണിഞ്ഞു ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഈ സോഫയിൽ വന്നിരിക്കുക നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടിട്ട്. ഒരാഴ്ച പണി മുഴുവൻ ഉണ്ട് ബാക്കി. ആ മുറ്റത്തെ പുല്ല് ഇനിയും ചെത്തി പറിച്ചിട്ടില്ല. ഇനി വേണം അതൊക്കെ ചെയ്യാൻ. അണിഞ്ഞൊരുങ്ങി ഇരിക്കാൻ. ഇവിടെ ഞാൻ രണ്ടും പറഞ്ഞാല് കിട്ടിയോ? കിട്ടി. ഗ്ലാസ് ഇട്ടിട്ടോ. ആ, എടുത്തോ. ഇവിടെ പിടിച്ച് നിൽക്കട്ടെ. ഓക്കെ, ഞാൻ ഇവിടെ വന്നെടുക്ക്. കിട്ടിയോ? എന്നാ മതിയോ? നീ ഗ്ലാസ് അഴിച്ചിട്ട് ആയെങ്കിലും ആയെന്ന് പറയേ. എത്ര നേരം നിക്കുന്ന? ഓക്കെ, നീ ഗ്ലാസ് ഇട്ടിട്ടെ. ഗ്ലാസ് ഇവിടെ നിൽക്കട്ടെ. എങ്ങനെയാണെന്ന് പറഞ്ഞു ക്യാമറ എടുത്താന്ന് പറയുന്നേ. ഓക്കെ ആണോ? അങ്ങനെ തന്നെ. കിട്ടുന്നുണ്ടോ? ഗ്ലാസ് അയക്കണോ? അപ്പുറത്തോന്ന് നിക്ക്. പിന്നെ ഗ്ലാസ് അയക്കട്ടെ. ഒരു മിനിറ്റ്. എങ്ങനെയാണ് നിന്ന് നേരത്തെ ഇങ്ങനല്ലേ? കിട്ടിയെങ്കിൽ കിട്ടിന്ന് പറ. മതി. കുറച്ചുകൂടി അവിടെ നിന്ന് എടുക്കാം. ഒന്ന് നോക്കട്ടെ അതിന് മുമ്പ്. നോക്കട്ടെ. അയ്യേ, ഇത് എന്തെന്നാ ഈ കോലം? ഇതിനിപ്പോ എന്താ പ്രശ്നം? ഇതിന് വേണ്ടിയാണ് 1 മണിക്കൂർ അവിടെ നിക്ക് ഇവിടെ നിക്കെന്ന് പറഞ്ഞ്. നീ എന്താടി പറയുന്നത്? നോക്ക്, ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ്. എന്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്? മരത്തിന്റെ കുമ്മായ മാത്രം ഉണ്ട്. ഇതിനേക്കാൾ നല്ല വീട്ടിന്റെ അകത്ത് എടുത്താൽ പോരായിരുന്നു. ആ ചുമര് കിട്ടായിരുന്നല്ലേ അറ്റ്ലീസ്റ്റ്. നിന്റെ കോലം എങ്ങനെ അതുപോലെ കിട്ടുള്ളൂ? പിന്നെ വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് കിട്ടുമോ? എന്റെ കോലത്തിന് എന്താ കുഴപ്പമുള്ളത്? നിന്റെ കോലല്ല കാണുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നുകൂടി എടുത്താ ഞാൻ അവിടെ നിക്കാം. നിക്ക്, ഞാൻ വരാം. അതെ, ഫോൺ വെക്കേണ്ട രീതിയാണ്. താന്നിങ്ങനെ വെച്ചല്ലേ ആ പച്ചപ്പ് മുഴുവൻ കിട്ടും. അടിപൊളി. നിന്നടാ, ഈ ഫോട്ടോ നോക്ക്, എങ്ങനെയുണ്ടെന്ന്. അടിപൊളിയായിരുന്നല്ലോ.
അല്ല നിങ്ങളെന്താ ഇവിടെ? ഞാൻ ഇവിടെ കൊണ്ടുവന്ന പാർക്കിൽ വന്നാ. അപ്പൊ നല്ല ഗ്രീനറി കണ്ടപ്പോ ഒരു ഫോട്ടോ എടുത്തു. ആ. 2-3 റീൽസ് എടുത്തു. എടാ എവിടെയാണ് സ്ഥലം? എവിടെ തന്നെ എവിടെ നിർത്താം. ഈ വഴിയോ? ആ അടിപൊളിയല്ലേ? ആ വഴി തന്നെയാണിത്. ആ ഇതോ? എല്ലായിടത്തും തന്നെ കണ്ടല്ലേ? ഇത്ര സ്റ്റൈൽ ഉണ്ടല്ലോ അത്. കാണുമ്പോ മനസ്സിലാവുന്നല്ലോ കേട്ടോ. നോക്കട്ടെ. അല്ല അനുജെ, ഇതൊക്കെ ഇവിടെ തന്നെ എടുത്താ? ആ ചേച്ചി എല്ലാം അവിടെ നിർത്തുക. നന്നായിണ്ട് കേട്ടാ, നന്നായിണ്ട്. എന്നാ ഞാൻ എത്തേ. ശരി വാടാ. എടാ സച്ചു വാ, ഒരു പരിപാടിയില്ലേ? ആയിട്ടാ. അല്ല, സച്ചു എന്നാണോ വിളിക്കുന്നത്? ഏട്ടൻ കല്യാണ ശേഷം അങ്ങനെ തന്നെ വിളിക്കാറുള്ളത്. ഒന്ന് വരുന്നേ. ശരി. ഡേ, നീ എവിടുന്ന ഫോട്ടോസ് എടുത്തെന്ന് പറഞ്ഞേ? അവിടെ ചെന്നിരിക്കേ, ഞാൻ എടുത്തുതരാം. എന്റെ പേരറിയില്ല നിങ്ങൾക്ക്? എടി പൊടി വാടി എന്നല്ലാണ്ട് എന്നെ നിങ്ങൾ ഒരു ദിവസം പോലും വിളിക്കുന്നില്ല മര്യാദയ്ക്ക്. അവളെ കല്യാണം കണ്ടിട്ട് 8 വർഷമായി, ഇന്ന് വരെ അവൻ പേര് വിളിച്ചിട്ടില്ല. സച്ചൂന്ന് പെറ്റ് നെയിം. എടി, സ്നേഹമുള്ള ഭർത്താക്കന്മാരെ ഭാര്യമാരെ എടി പോടി വാടി എന്നൊക്കെ വിളിക്കുക. അതെ, സ്നേഹം കുറവായതുകൊണ്ടല്ല, സ്നേഹം കൂടുതലായതുകൊണ്ടാ. പിന്നെ സ്നേഹം കൂടുതൽ നിങ്ങൾ വീട്ടിൽ നിന്ന് പോലും മര്യാദയ്ക്ക് എന്റെ അടുത്ത് ഇരിക്കാറുണ്ടോ? പബ്ലിക് പാർക്കിൽ അവൻ അവന്റെ ഭാര്യനെ പിടിച്ച് നടക്കുന്ന സ്റ്റൈല് നോക്ക്, കെട്ടിപ്പിടിച്ചിട്ട്. കഷ്ടം, എനിക്കുണ്ട് ഒരാള്. എടി നിക്കടി, പോവല്ലേ? എടീന്ന് മിണ്ടായിരുന്നു. നിങ്ങള് വീട്ടിലേക്ക് വാ, ബാക്കി അവിടുന്ന് ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യാനടാ, അവക്ക് എന്ത് ചെയ്തു കൊടുത്താലും കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമില്ല. എന്റെ ദിനോട്ട, ശരിക്കും അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരെയും മനസ്സിലാക്കണ്ടേ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലല്ലേ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഇടയ്ക്ക് അവരെ കൂടുന്ന സപ്പോർട്ടൊക്കെ ചെയ്ത് നോക്ക്. അപ്പൊ അറിയാം ലൈഫിൽ വരുന്ന ചേഞ്ച് എന്തൊക്കെയാണ്. എന്നാ ശരി, ഞാൻ പോട്ടെ. ആള് വീട്ടിലെത്തിക്കാം. ശരി. ഏട്ടന് നല്ല സ്നേഹമൊക്കെയാണ്, പക്ഷെ അതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാനുള്ളതല്ലേ. ഇത് എപ്പോഴും പ്രകടിപ്പിക്കാണ്ട് ഇങ്ങനെ മുരടനെ പോലെ നടക്കും. അതാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം. അതിന് അവനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏട്ടന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുന്നില്ലെങ്കിൽ ചേച്ചിക്ക് അങ്ങോട്ട് നല്ല രീതിക്ക് സംസാരിച്ചൂടെ? എന്തിനേതിനും ദേഷ്യപ്പെട്ട് നടക്കണോ? ഏട്ടൻ ഇങ്ങോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചേച്ചി ഒന്ന് അങ്ങോട്ട് ചെയ്ത് നോക്ക്. അവിടെ തീരും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. എഴുന്നേറ്റ് വന്നുണ്ടോ? എഴുന്നേറ്റ് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ അങ്ങോട്ടൊന്ന് സംസാരിക്കും. ഇങ്ങോട്ട് തന്നെ ഒന്ന് സംസാരിക്കണതിന് വാശി പിടിക്കാൻ പാടൊന്നുമല്ലല്ലോ. ഈഗോ മാറ്റി വെച്ച തന്നെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും തീരും. അങ്ങനെ ഇത് വേഗം തീർക്കണ്ടേ? ആണെ തീരുന്നില്ല. കിച്ചണിലെ വർക്ക് തുടങ്ങിയിട്ടല്ലോ. ഞാനും കൂടാട്ടോ. അല്ല, ഇതൊക്കെ ഞാൻ ചെയ്തോളാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. നീ എന്നെ പോലെ ജോലിക്ക് വന്ന ഒരാളല്ലേ. നിനക്ക് ഇന്ന് മാത്രം ലീവ് ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, അതാ ഞാൻ കഴുകിത്തരാം. ഇതെന്താ പറ്റി? അതെ, നമുക്ക് ഈ വീട്ടിലെ പണിയൊക്കെ വേഗം തീർത്തിട്ടേ ഇന്നൊരു സിനിമയ്ക്ക് പോവാ. അല്ലേ വേണ്ട, ഇന്നേ ഇവിടുത്തെ കുക്കിംഗ് പരിപാടിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇയാൾക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെന്ന് ചെയ്തോ. ഇയാളോ? എന്നാ പിന്നെ ഞാൻ തുണി അലക്കാം. ഏടനെ ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യും. എന്നാ ചെന്നിട്ടോ. ഇത് കൊള്ളാലോ. അവിടെ ഇങ്ങനെ സപ്പോർട്ട് നിൽക്കുമ്പോൾ മനസ്സിന്റെ സന്തോഷം കിട്ടുന്നുണ്ട്. എന്തായാലും ഡോ ഒന്ന് നിന്നേ.
വിവാഹം കഴിക്കുന്നത് വഴക്കുകൂടാനും ബോറടിച്ച് നടക്കാനും ഒന്നും അല്ലല്ലോ. ഇതുപോലെ കൂടെ കൂട്ടി നടക്കാൻ സ്നേഹമുള്ള ഒരു പാർട്ട്ണർ ഉണ്ടാകുന്നതിന് വേണ്ടിയല്ലേ. ഇതുപോലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള ഭാര്യമാരുടെ സങ്കടങ്ങളായിരിക്കാം പലപ്പോഴും ദേഷ്യമായി പുറത്തേക്ക് വരുന്നത്. പരസ്പരം മനസ്സിലാക്കിയാൽ തീരാവുന്നതേയുള്ളൂ വിവാഹ ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും. പരസ്പരം അംഗീകരിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദേഷ്യവും ഈഗോയും കലഹങ്ങളും എല്ലാം സന്തോഷത്തിനും സമാധാനത്തിനും സ്നേഹത്തിനും വഴിമാറും. അപ്പോൾ ഈ തീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കല്ലേ.